ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറുപയർ വേണം. അപ്പോൾ ഇത് ഞാൻ ഒരു 1/4 കപ്പ് ചെറുപയർ 2-3 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തിയ ശേഷം കുക്കറിലിട്ടിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒരു 1-2 വിസിൽ നമുക്ക് വേവിച്ചത് മാറ്റി വെക്കാം. അപ്പോൾ ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ. വേവിച്ച് വരുമ്പോൾ അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പഴുത്ത 2 നേന്ത്രപ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ നെടുകെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അധികം കനം കുറച്ചിട്ടുമല്ല എന്നാൽ അധികം കട്ടിയിലും അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിമ്പാട് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പഴക്കൊന്ന് വാട്ടിയെടുക്കൂലേ, അപ്പം നല്ലവണ്ണം വാടിയിട്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്നും നമുക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ ഞാൻ ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ശർക്കര നമുക്കൊന്ന് പാനിയാക്കി മാറ്റാം. അങ്ങനെ ശർക്കര ഉരുകി പാനിയായതിന് ശേഷം ഞാൻ ഇതിൽ നിന്നും മാറ്റിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ചിരവിയ തേങ്ങ ചേർത്തി കൊടുക്കാം. എന്നിട്ട് ആ ശർക്കര പാനിയൊക്കെ തേങ്ങയിലേക്കൊന്ന് പിടിച്ചു വരുന്നവരേക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെളുത്ത എള്ള് കയ്യിലുണ്ട് വെച്ചെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചേർത്തി കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ടേബിൾ സ്പൂണോ വരെ ചേർത്താം. എന്നിട്ടൊന്നും പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് ഏകദേശം ശർക്കരപ്പാനിക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഈ ചെറുപയറിലേക്കും മധുരം ഒന്ന് പിടിച്ച് വരുന്നവരേക്ക് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ടൊന്നും പാടെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.